ഹലോ. അപ്പം ഇന്ന് വന്നിരിക്കുന്നത് ഒരുപാട് സിനിമകളിലെ സിനിമാ വാർത്തകളായിട്ടാണ്. ഇനി പക്ഷേ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സീരീസ് യൂട്യൂബ് ചാനൽ. ആദ്യ സിനിമ അപ്ഡേറ്റ് നമ്മുടെ ബി ഉണ്ണികൃഷ്ണൻ നിവിൻ പോളി സിനിമേൻ്റെയാണ്. ഇതൊരു പൊളിറ്റിക്കൽ ത്രില്ലർ സിനിമയാണ്. ഈ വർഷമാണ് സിനിമ റിലീസ്. ഇപ്പോൾ നിലവിൽ സിനിമേൻ്റെ റിലീസ് ബി ഉണ്ണികൃഷ്ണൻ തന്നെ കൺഫേം ആക്കിയിട്ടുണ്ട്. മാർച്ച് മാസമാണ് സിനിമ റിലീസ് പ്ലാൻ ചെയ്യുന്നത് നിലവിൽ. എന്തായാലും പടത്തിൽ ട്രെയിലർ കട്ടും നിലവിൽ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഡോൺ മാക്സ് ആണ് പടത്തിന് ട്രെയിലറും ചെയ്തിരിക്കുന്നത്. എന്തായാലും കാത്തിരിക്കും നമുക്ക് പടത്തിൻ്റെ അപ്ഡേറ്റുകൾ അടുത്ത മാസം മുതൽ. അടുത്ത അപ്ഡേറ്റ് പാട്രിയോട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ മഹേഷ് അണ്ണൻ സംവിധാനം ചെയ്ത് പുറത്തിറങ്ങാൻ പോകുന്ന സിനിമയാണ്. പടത്തിന്റെ ഭാഗത്ത് നിന്ന് ക്യാരക്ടർ പോസ്റ്റേഴ്സ് ഇന്ന് മുതൽ പുറത്തിറങ്ങുമെന്ന് കഴിഞ്ഞ ദിവസം പോസ്റ്ററിൽ അപ്ഡേറ്റ് ഉണ്ടായിരുന്നു. എന്തായാലും അതുപോലെ തന്നെ ഇന്ന് രാവിലത്തോടെ പോസ്റ്റർ വന്നിട്ടുണ്ട്. ക്യാരക്ടർ പോസ്റ്റർ നമ്മുടെ നയൻതാരയുടെ ഒരു ക്യാരക്ടർ പോസ്റ്റർ തന്നെ കേൾക്കാൻ സാധിക്കുന്നതിൽ കാണാൻ സാധിക്കും. നല്ലൊരു പോസ്റ്റർ തന്നെയാണ്. നിങ്ങളുടെ അഭിപ്രായം ബുക്സ് ചെയ്യപ്പെട്ടതൊക്കെ പോസ്റ്ററിനെ പറ്റിയിട്ടുള്ളത്. നമ്മുടെ വിജയ് ദേവരംകൊണ്ടേന്റെ 14ാമത്തെ സിനിമേന്റെ ടൈറ്റിൽ അപ്ഡേറ്റ് അല്ലെങ്കിൽ ടൈറ്റിൽ റിവീല് നാളെ റിപ്പബ്ലിക് ഡേയുടെ അന്ന് പുറത്തു വരുമെന്നാണ് കേൾക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല പടത്തിന്റെ ഷൂട്ടും ഈ ആഴ്ച അല്ലെങ്കിൽ അടുത്ത ആഴ്ചയായിട്ട് സ്റ്റാർട്ട് ചെയ്യും. നമ്മുടെ ഡയറക്ഷൻ നമ്മുടെ ഈ ഒരു സിനിമേന്റെ രാഹുലാണ്. നമ്മുടെ ശ്യാം സിംഗാർ റോയ് എന്ന് പറഞ്ഞ നാനി സിനിമ, അതുപോലെ തന്നെ ടാക്സി വാല എന്ന് പറഞ്ഞ വിജയ് ദേവരംകൊണ്ട സിനിമ, എന്നീ രണ്ട് സിനിമകളുടെ ഡയറക്ടറാണ് ഈ ഒരു വിജയ് ദേവരംകൊണ്ടേന്റെ 14ാമത്തെ സിനിമ എടുക്കുന്നത്. ആട് എന്ന സിനിമേന്റെ മൂന്നാം ഭാഗത്തിന്റെ ക്യാരക്ടേഴ്സിന്റെ പോസ്റ്റേഴ്സ് ഇന്ന് മുതൽ ഓരോ മണിക്കൂറിലും പുറത്തു വരുമെന്നൊരു അപ്ഡേറ്റ് ഉണ്ടായിരുന്നു. കഴിഞ്ഞ അപ്ഡേറ്റ് നമ്മുടെ ആട് സിനിമേന്റെ ഭാഗത്ത്. അതുപോലെ തന്നെ കറക്റ്റ് 11/11 നമ്മുടെ വിനായകന്റെ ഒരു ക്യാരക്ടർ പോസ്റ്റർ പുറത്തു വന്നിട്ടുണ്ട്. ഒരു ഫാന്റസി പോസ്റ്റർ തന്നെയാണ്, ഒരു രാജാവിന്റെ വേഷത്തിൽ. എന്തായാലും നമ്മുടെ മിഥുൻ മെനൽ തോമസ് ആണ് സിനിമ സംവിധാനം തിരക്കഥ ഒരുക്കിയിരിക്കുന്നത്. ഫ്രൈഡേ ഫിലിം ഹൗസ്, കാവ്യ ഫിലിംസ് ഒക്കെയാണ് സിനിമ നിർമ്മിക്കുന്നത്. എന്തായാലും കാത്തിരിക്കുന്ന നമുക്ക് ഒരു അടിപൊളി പോസ്റ്റർ തന്നെയാണ്. നിങ്ങളുടെ അഭിപ്രായം കൺബോക്സ് ചെയ്യപ്പെടുക. അടുത്ത അപ്ഡേറ്റ് നമ്മുടെ പ്രദീപിന്റെ അടുത്ത സിനിമ പ്രദീപ് തന്നെയാണ് സംവിധാനം ചെയ്യുന്നത്. അതും AGS എന്റർടൈൻമെന്റ്സ് ആയിരിക്കും സിനിമ നിർമ്മിക്കാൻ പോകുന്നത്. പടത്തിൽ നായികയായിട്ട് മീനാക്ഷി ചൗധരി ഓൾമോസ്റ്റ് കൺഫേം ആയിട്ടുണ്ട്. അത് മാത്രമല്ല ബസ്സായിട്ട് ശ്രീലീല വരുമെന്നും പറയുന്നുണ്ട് നായികയായിട്ട്. എന്തായാലും രണ്ടുപേരാണ് നിലവിൽ ഓപ്ഷനായിട്ട് കാണുന്നത്. അല്ലെങ്കിൽ മീനാക്ഷി വരും, അല്ലെങ്കിൽ നമ്മുടെ ശ്രീലീല വരും സിനിമയിൽ നായികയായിട്ട്. എന്തായാലും കാത്തിരിക്കാൻ നമുക്ക് പ്രദീപിന്റെ അടുത്ത സിനിമയ്ക്കായിട്ടും അതുപോലെ തന്നെ പ്രദീപിന്റെ അടുത്ത ഡയറക്ഷണൽ സിനിമയ്ക്കായിട്ടും. അടുത്ത അപ്ഡേറ്റ് നോക്കുകയാണെങ്കിൽ നമ്മുടെ മമ്മൂക്ക അടൂർ ഗോപാലകൃഷ്ണൻ സിനിമേന്റെ കാസ്റ്റ് അപ്ഡേറ്റ് ആണ്. പടത്തിലെ കാസ്റ്റ് അപ്ഡേറ്റ് ഓൾമോസ്റ്റ് കൺഫേം ആയിട്ടുണ്ട്. സിനിമയിൽ ഗ്രേസ് ആന്റണി വരുന്നുണ്ട്. അത് മാത്രമല്ല സിനിമയിൽ ഇന്ദ്രൻസ് അഭിനയിക്കുന്നുണ്ട്. പിന്നെ ശ്രീഷ്മ ചന്ദ്രൻ, സിനത്ത് എന്നിവരൊക്കെയാണ് സിനിമയിൽ മറ്റ് കഥാപാത്രങ്ങളായിട്ട് വരുന്നത്. സിനിമയിൽ മ്യൂസിക് ആരാന്നും കൺഫേം ആയിട്ടുണ്ട്. മുജീബ് മജീദാണ് സിനിമയിൽ മ്യൂസിക് കമ്പോസ് ചെയ്യുന്നത്. നമ്മുടെ കളംകാവൽ, അതുപോലെ തന്നെ നമ്മുടെ രേഖാചിത്രം എന്നീ സിനിമകളിലെ മ്യൂസിക് കമ്പോസർ. എന്തായാലും നമ്മുടെ ഈ ഒരു സിനിമേന്റെ പൂജയൊക്കെ ആരംഭിച്ചതാണ്. എന്തായാലും കാത്തിരിക്കാം നമുക്ക് പടയാത്ര സിനിമയിൽ കൂടുതൽ അപ്ഡേറ്റുകൾക്കായിട്ട്.